ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി അടക്കം അധികാരത്തിലിരിക്കുകയാണ്. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങനത്തെ അസഹിഷ്ണുത കാണിക്കുന്നത്? കുറ്റപ്പെടുത്തും. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ ഡിബേറ്റ് ലുക്ക് അവിടെ ഇരിക്കും പ്ലീസ്, അവിടെ ഇരിക്കും പ്ലീസ് അവിടെ ഇരിക്കും. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതിലൊന്നും തർക്കമില്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത്. അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ചെയർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ്, ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം. പകരം പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോർ തന്നെ ചർച്ചയാണ് വീണ്ടും റൈസ് ചെയ്യുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷൻ ആയി പോകുന്നില്ല. അതുകൊണ്ട് അങ്ങേപോലെ മുതിർന്ന ഒരാളോട് ഇതിന്റെ റെലവന്റ് ആയ ടോപ്പിക്കിലേക്ക് വരണം. നോ. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ വിഷയം സമഗ്ര അടിയന്തര പ്രമേയം എന്താണ്? ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ്. അല്ലാതെ അതിന് പകരം ഈ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം. രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല. യെസ്, യു ക്യാൻ കണ്ടിന്യൂ. സാർ, ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട. എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അങ്ങനെ ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത്. ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ, ഞാൻ തുടങ്ങുമ്പോൾ തന്നെ വളരെ ബഹുമാനപ്പെട്ട അങ്ങ് ഇരിക്കണം. ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ്. ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറായത്. പകരം എത്രയോ തവണ സഭ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല. ഇത് പരിഹരിക്കപ്പെടണം. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതി തന്നെ അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി. അത് ചർച്ച ചെയ്യാൻ ഇത് ബ്ലെയിമിംഗ് അല്ല, ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയമല്ല. ഇത് പകരം ആരോഗ്യകരമായ രീതിയിലേക്ക് ചർച്ച പോകണം. അത് വഴിതിരിച്ചു വിടുന്ന രീതി അങ്ങേപ്പോലെ ഒരു മുതിർന്ന അംഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന രീതി ശരിയല്ല. യെസ്, അങ്ങ് കണ്ടിന്യൂ ചെയ്തു. 9 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും തകർച്ചയും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ പറയും സാർ, ഇവിടെ സഭ അംഗീകരിച്ചിരിക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള നോട്ടീസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്ക് ആക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി പാർലമെന്ററി മിനിസ്റ്റർ സംസാരിക്കട്ടെ. ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയുടെ നോട്ടീസിനെ സർക്കാർ തുറന്ന മനസ്സോടെയാണ് കണ്ടത്. തുറന്ന മനസ്സോടെയാണ്. നാട് അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ സംബന്ധിച്ച ഒരു ചർച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല, സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ്. സർ, ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി, ആ കൂട്ടക്കൊലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി, വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല.
മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ Yes, please, എന്നൊക്കെ please. ഞങ്ങൾ വിളിക്കുന്നതാണ്, അങ്ങനെ അറിയാമല്ലോ. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സമയം പാർലമെന്റിൽ. ഞാൻ അങ്ങേ മോശക്കാരനാക്കി. 5 വർഷം കേട്ടതാ. Yes, yes, yes. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. അത് കേൾക്കാത്ത ആളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. മാന്യമായിട്ടാണ് സംസാരിച്ചത്, മോശമായിട്ടല്ല. കണ്ടിന്യൂ പ്ലീസ്. സാർ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഇന്ന് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്. നിങ്ങളെ തടയണം. ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ്, സാരോപദേശമല്ല. കാരണം ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ലഹരി മാഫിയെ അടിച്ചമർത്തിയിട്ടുണ്ട്, ബ്ലേഡ് മാഫിയെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്, ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു, നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല. സർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം. ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത്, അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പോവല്ല. ഗവൺമെന്റ് ഷുഡ് ആക്ട്. ഗവൺമെന്റ് പൊളിറ്റിക്കൽ പേട്രേജ് കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. തെറ്റിനെ തെറ്റായി കാണാനും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയയും അടിച്ചമർത്താനും വേണ്ടി മുന്നോട്ട് വരണം. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും. അത് ഉണ്ടാകാത്ത